സ്നേഹബഹുമാനപ്പെട്ട പനക്കിലച്ചൻ ഒരു പ്രാർത്ഥനയോടെ കൂടി നമ്മുടെ ഈ ശുശ്രൂഷ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളും ഏതെങ്കിലും വിധത്തിൽ ഈശോ നിങ്ങളെ തൊട്ടതാണ്. അതുപോലെ തന്നെ കർത്താവ് തൊട്ടതിൻ്റെ വ്യക്തമായ അനുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒരു അനുഭവം സിദ്ധിച്ച് ഇവിടെ വന്ന് ഇരിക്കുന്ന കർത്താവിൻ്റെ സാക്ഷികളാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഇന്നും ജീവിക്കുന്നുവെന്നും അവൻ നമുക്കെല്ലാവർക്കും സമീപസ്ഥനാണെന്നും വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവൻ രക്ഷിക്കുന്നുവെന്നും നമ്മൾ അനുഭവിച്ച് അറിഞ്ഞവരാണ്. ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. അങ്ങനെ ഈശോയെ അനുഭവിച്ചറിഞ്ഞ നമ്മൾ ഇനിയും നമുക്ക് വളരാനുണ്ട്. ഈശോയെ അനുഭവിച്ചറിഞ്ഞവരൊക്കെ ഒരു കൂട്ടായ്മയായിട്ടാണ് വളർന്നത്. അതാണ് നമ്മുടെ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുന്നത്. കർത്താവിനെ സ്വീകരിച്ചവരെല്ലാം ആ കൂട്ടായ്മയിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് മനുഷ്യർ സൃഷ്ടിച്ച ഒരു കൂട്ടായ്മയല്ല, ഈശോ തന്നെ നമ്മളെ ഒരു കൂട്ടായ്മയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കൂട്ടായ്മ ഉന്നതമായ സ്നേഹത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന കൂട്ടായ്മയായിട്ട് ആണ് നമ്മൾ കാണുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്ന കൂട്ടായ്മയിൽ എല്ലാവരും അവരുടെ സ്വത്തും എല്ലാം അങ്ങോട്ട് പങ്കുവെച്ച് സ്നേഹത്തിൻ്റെ ഉന്നതമായ മാതൃക സമൂഹത്തിൽ അവർ പ്രകാശിപ്പിച്ചു. ആ കൂട്ടായ്മ കണ്ടു കഴിഞ്ഞപ്പോൾ അതും കൂട്ടായ്മയുടെ ആ സാക്ഷ്യം കണ്ട് പലരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയെ ബലപ്പെടുത്തുന്ന പല ഘടകങ്ങളുമുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വം, വിശുദ്ധ കുർബാനയുടെ സ്വീകരണം, ഇതെല്ലാം നമ്മുടെ ഈ കൂട്ടായ്മയെ ഒത്തിരി ബലപ്പെടുത്തുന്നവയാണ്. ആ കൂട്ടായ്മയിൽ ഉള്ള എല്ലാവരെയും സഹായിക്കുന്നവരും ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നു, ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകുന്നു. അങ്ങനെയുള്ള വലിയ പങ്കുവയ്ക്കൽ നടക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ യേശു വിശ്വാസം വഴി സമൂഹത്തിൽ ഉണ്ടായത്. അതുപോലെ ഒരു കൂട്ടായ്മ ചരിത്രത്തിൽ നമ്മൾ ലോകത്തിൽ ഒരിടത്തും വായിക്കുന്നില്ല. അപ്പം അത്രമാത്രം സ്നേഹത്തിൻ്റെ ഉന്നതമായ മാതൃക നൽകുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് നമ്മളെല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വളരാനുള്ളതും സ്നേഹത്തിലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ പുതുവർഷത്തിൻ്റെ ഈ കാലത്തിൽ നമ്മളിവിടെ ചേർന്നിരിക്കുകയാണ്. ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മളിവിടെ ഈ കൺവെൻഷൻ നടത്തുന്നത് വഴി നമുക്കൊരു പുത്തൻ വ്യക്തിയായി അടുത്ത വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ആ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പഴയതെല്ലാം നമുക്ക് കളയാൻ സാധിക്കണം. നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ദുഃഖം വിട്ടുപോകണം. നമ്മളെ അടിപ്പെടുത്തുന്ന എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോണം. അങ്ങനെ ഒരു പുതിയ വ്യക്തിയായി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിലുള്ള
വചന ശുശ്രൂഷയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും എല്ലാം നമ്മളെ സഹായിക്കണം. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. യേശു ശിരസ്സായിട്ടുള്ള മൗദി ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. മാമോദിസ അങ്ങനെ വലിയൊരു ബന്ധത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്ന വഴി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന മാറ്റമാണ്.